നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചില പ്രധാനപ്പെട്ട സുന്നത്തുകളും പാരമ്പര്യമായി മനസ്സിലാക്കി പോന്ന പല അബദ്ധമായ കർമ്മങ്ങളും മദ്ഹബിന്റെ വീക്ഷണപ്രകാരം കടന്നുകൂടിയിട്ടുള്ള ചില ബിദ്അത്തുകളും ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 2 ദർസുകളിലൂടെയായി പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിൽ തലമറക്കൽ നിർബന്ധമാണെന്നും തലമറക്കാതെ നമസ്കരിച്ചാൽ അത് സ്വഹീഹാവുകയില്ല എന്നും തലമറക്കാതെ നമസ്കരിക്കുന്ന പരിപാടി പുത്തൻവാദികളായ നമ്മുടെ നാട്ടിലെ വഹാബികൾ മുജാഹിദീങ്ങൾ കൊണ്ടുവന്നതാണ് എന്നൊക്കെ വ്യാപകമായി നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാർ ഉസ്താദന്മാർ പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ തലമറക്കുന്നത് ഇസ്ലാമികമല്ല എന്നോ അല്ലെങ്കിൽ തൊപ്പിയോ തലപ്പാവോ അത് ധരിക്കാൻ പാടില്ല, അതൊക്കെ പൗരോഹിത്യത്തിന്റെ അടയാളമാണെന്നോ മുജാഹിദുകൾ എവിടെയും പറയാറില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒക്കെ തലപ്പാവ് ധരിച്ച അനവധി ഹദീസുകൾ അസറുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരിക്കലും വെള്ളവസ്ത്രത്തെയോ തലമറക്കുന്നതിനെയോ ഒന്നും നമ്മൾ പരിഹസിക്കാറില്ല, വിമർശിക്കാറില്ല. പക്ഷേ നിർബന്ധമായ ഫർള് നമസ്കാരത്തിലും സുന്നത്ത് നമസ്കാരങ്ങളിലുമൊക്കെ തലമറക്കാതെ നിസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തലമറക്കാതെ വല്ലവന് നിസ്കരിച്ചാൽ അവന്റെ തലയിൽ കൊണ്ടുവന്ന് കണ്ട് ചില മഹല്ല പള്ളികളിലൊക്കെ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു കൊട്ടയിൽ കുറെ തൊപ്പി ഉണ്ടാവും. അതിനൊന്നും എടുത്തു തുറന്ന് കാണുന്ന ഇവന്റെ തലയിൽ കൗത്തി കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള തീവ്രത അതൊരിക്കലും ഈ വിഷയത്തിൽ കാണിക്കേണ്ടതില്ല. കാരണം തലമറക്കാതെ നമസ്കരിച്ചാലും അയാളുടെ നമസ്കാരം സ്വീകാര്യമാകും. എന്നാൽ ഒരാൾ തല മറച്ചു എന്നതിന്റെ പേരിൽ അയാളെ പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ തബ്ലീഗുകാരനായോ, ജന്തപ്പോ മറ്റേ സൂഫിയായോ എന്നൊക്കെ ചോദിച്ചിട്ട് പരിഹസിക്കേണ്ട ആവശ്യവുമില്ല. ആ വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ള നിലപാടുകൾ എന്താണ് എന്ന് നമ്മൾ വ്യക്തമായി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ ബനി ആദമ, ആദമിന്റെ സന്തതികളെ, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ അല്ലാഹു തആലയുടെ ഭവനത്തിലേക്ക് അഥവാ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള പള്ളിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഖുദൂ സീനത്തക്കും, നിങ്ങൾ നല്ല വസ്ത്രം അഥവാ അലങ്കാരത്തിന്റെ വസ്ത്രം നിങ്ങൾ അണിയണം എന്നതാണ്. ഈ അലങ്കാരത്തിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? അത് ഔറത്ത് പറയുന്ന മാന്യമായ എല്ലാ വസ്ത്രങ്ങളും അതിൽ പെടും. പിന്നെ അലങ്കാരം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, സീനത്ത് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏതെങ്കിലും തിളങ്ങുന്ന നിറത്തിലുള്ള മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പേക്കൂത്തുകൾ കാണിക്കുന്ന കോലം കെട്ടിയ വസ്ത്രമല്ല. മറിച്ച് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് വ്യക്തമായി കൊണ്ട് തന്നെ ആ കാര്യം പറഞ്ഞു തന്നു. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷാ
വലിബാസു തഖ്വാ ദാലിക ഖൈർ. യാ ബനി ആദമ, ആദമിന്റെ സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശ. നിങ്ങളുടെ ഔറത്തുകളെ നിങ്ങൾക്ക് മറച്ചു വെക്കാനും നിങ്ങളുടെ ശരീരത്തിന് ഭംഗിക്ക് വേണ്ടിയും അള്ളാഹു നിങ്ങൾക്ക് വസ്ത്രത്തെ അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ അള്ളാഹു തആല ആ അലങ്കാരത്തിന്റെ വസ്ത്രം, ഔറത്തിന്റെ വസ്ത്രം, ഭംഗിയുടെ വസ്ത്രം ഏതാണെന്ന് അടിവരയിട്ട് പറഞ്ഞു. വലിബാസു തഖ്വാ ദാലിക ഖൈർ. തഖ്വയുടെ വസ്ത്രം അതാണ് മുഅ്മിനായ ഒരു പുരുഷനും മുഅ്മിനത്തായ ഒരു സ്ത്രീക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അപ്പൊ പള്ള കാണുന്ന തരത്തിലുള്ള, വയറ് കാണുന്ന തരത്തിലുള്ള സാരി, അതേപോലെ തന്നെ തന്റെ ഊരയുടെ ആ ഊരക്കുറ്റി മുതൽ കാലിന്റെ തൊടയും ചന്തിയും ഒക്കെ വേർതിരിച്ച് കാണാൻ കഴിയുന്ന തരത്തിലുള്ള കീറിയ ചുരിദാറുകള്, ശരീരത്തിന്റെ ബോഡി ഷേപ്പിനോടൊക്കെ ഒട്ടി നിൽക്കുന്ന എഴുകിച്ചേർന്നിട്ടുള്ള ബോഡി ഷേപ്പ് പുറത്തുകള്, കൊത്തുപണികളും അലങ്കാരങ്ങളും കൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുകളെ അജമാക്കുന്ന, ഒരു പുരുഷന്റെ കണ്ണുകളെ ആ സ്ത്രീയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രരീതികൾ, അന്യമതസ്ഥരോട് സാമന്തി വരുന്ന വസ്ത്രരീതികൾ, ഇതൊന്നും തഖ്വയുടെ വസ്ത്രമല്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അവന്റെ തുടയും ചന്തിയും അതൊക്കെ ഔറത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും പ്രൊജക്ട് ചെയ്ത് കാണിക്കാത്ത രീതിയിലുള്ള, ചന്തി പറയുന്ന രൂപത്തിലുള്ള കുപ്പായമോ അതേപോലെ തുണിയോ ഷർട്ടോ ഒക്കെ അനുവദനീയമാണ്. അത് ജുബ്ബന്നാകണം, പൈജാമാകണം, അറബിയാലുള്ള തോപ്പാകണം എന്നതൊന്നും ഇവിടെ കേരളത്തിൽ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് ഇബാദത്ത് ചെയ്യാൻ നിർബന്ധമാണ്. അവന്റെ ജീവിതത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അവൻ പുറത്തിറങ്ങുമ്പോൾ അത് നിർബന്ധമായും ആരോപത്തിലാകണം. ഇതൊന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ നിർബന്ധമായ ഒരു ഷർത്താക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ തഖ്വയുടെ വസ്ത്രം വേണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോ കള്ളിത്തുണി എടുക്കുക, ദുർഗന്ധമുള്ള കുപ്പായ ഇടുക, അതേപോലെ തന്നെ വിയർപ്പ് ഒക്കെ വാസനിക്കുന്ന രൂപത്തില് അങ്ങനെ തന്നെ വരിക, ഇതൊന്നും നല്ലതല്ല. സുഗന്ധം പുരട്ടാം, വസ്ത്രം മാറ്റിയെടുക്കാം, നല്ല വസ്ത്രം ധരിച്ചു വരണം. അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റക്ക് വിചാരണ ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കുന്ന ഒരു വലിയ കാര്യമാണ് എന്ന് ആമുഖത്തിൽ തന്നെ ആ വിഷയത്തിൽ നമ്മൾ പറയുകയാണ്. ഇനി ഇവിടെയുള്ള അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസവും തർക്കവും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള വസ്വാസം എന്താണ്? നിർബന്ധ നമസ്കാരങ്ങൾക്കും സുന്നത്ത് നമസ്കാരങ്ങൾക്കും തലമറക്കൽ, തലപ്പാവോ അല്ലെങ്കിൽ തൊപ്പിയോ ധരിക്കൽ നിർബന്ധമാണ് എന്ന ഒരു വാദം ഒരു ഭാഗത്ത്. അല്ല, അത് ജായിസാണ്, അത് ഇല്ലാതെയും ഒരാൾ തല തുറന്നു കാണിച്ച് നമസ്കരിച്ചാലും അയാളുടെ നമസ്കാരത്തിന് ഒരു കോട്ടവും സംഭവിക്കുകയില്ല എന്നും മറ്റൊരു വാദം. ഈ വാദത്തിൽ പ്രമാണങ്ങളുടെ പിൻബലം ആർക്കാണുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ കാര്യം, തലമറക്കലാണോ നമസ്കാരത്തിൽ നിർബന്ധമായ ബാധ്യത? അതല്ല. തന്റെ ചുമല് മറക്കലാണോ, അല്ലെങ്കിൽ കഴുത്തിലൂടെ എന്തെങ്കിലും ഒരു ഷാളോ അല്ലെങ്കിൽ ഒരു തുണിയോ ഇട്ടുകൊണ്ടെങ്കിലും നിസ്കരിക്കലാണോ നിർബന്ധം എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യണം, പരിശോധിക്കേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുസല്ലി അഹദുക്കും ഫി സൗബിൽ വാഹിദി. ഒരിക്കലും ഒരു ഒറ്റ തുണി എടുത്തുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒറ്റ തുണി എടുത്തുകൊണ്ട്, വെറും പൊക്കളും മുട്ടും പറയുന്ന രൂപത്തിലുള്ള ഒരു തുണി മാത്രം എടുത്തിട്ട് ചുമലൊന്നും മറക്കാതെ അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല. ലൈസ അലാ ആതിഖൈനി മിൻഹി ശൈഉൻ. അവന്റെ ചുമലിൽ അവൻ എന്തെങ്കിലും ഒന്ന് ഇടാണല്ലോ. അപ്പൊ ഇവിടെ കൽപ്പന, റസൂലിന്റെ കൽപ്പന എന്താണ്? ശക്തമായ രൂപത്തിലുള്ള ഉപദേശം എന്താണ്?
നിങ്ങൾ ഒറ്റ തുണിയിൽ മാത്രം നമസ്കരിക്കരുത്, നിങ്ങളുടെ ചുമല് മറക്കാതെ എന്നാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് നിങ്ങളുടെ തല മറക്കാതെ അല്ലെങ്കിൽ തലയും ഉൾപ്പെടെ എന്നും പറഞ്ഞ ഒരു ഒറ്റ ഹദീസുമില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം അഹ്ലു സുഫ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പച്ച പാവങ്ങൾ, വീടും കുടിയും ഇല്ലാത്തവർ, പട്ടിണി പാവങ്ങൾ, പള്ളിയിൽ വരുന്ന ആരെങ്കിലൊക്കെ കൊടുക്കുന്ന വസ്ത്രവും എന്തെങ്കിലുമൊക്കെ ഭക്ഷണവും മാത്രം കഴിച്ച് പള്ളിയുടെ ഓരങ്ങളിൽ ഉറങ്ങി അവിടെ വിഭാഗത്തെ ചെയ്ത് ജീവിക്കുന്ന പുരുഷരും സ്ത്രീകളിൽപ്പെട്ട ഒരു വിഭാഗമാണ് അഹ്ലു സുഫ എന്ന് പറയുന്നത്. ഈ അഹ്ലു സുഫയിൽപ്പെട്ട ആളുകൾക്ക് ഒറ്റ തുണിയേ ഉണ്ടാവുള്ളൂ. നമ്മളെ ഈ മാർഗ കല്യാണം കഴിച്ചാല് പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ സുന്നത്ത് കല്യാണം കഴിച്ചാൽ കെട്ടുന്നൊരു കെട്ടലുണ്ടല്ലോ, അല്ല ആ ഒരൊറ്റ കള്ളിത്തുണി അല്ലെങ്കിൽ ആ വെള്ളത്തുണിയുണ്ടോ ഇങ്ങനെ കെട്ടിയിട്ട് അത് രണ്ട് ഭാഗം ആക്കിയാണ് ഇങ്ങോട്ട് കയറ്റിയാണ്ട് കെട്ടിയിടും. അപ്പൊ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ വസ്ത്രം വളരെയധികം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ പാവപ്പെട്ട സഹാബികൾ ഒറ്റ തുണിയുണ്ടായിരുന്നു. ഈ നിയമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവര് എന്ത് ചെയ്തു? അവരവരുടെ പുരുഷന്മാരുടെ വസ്ത്രം അവര് കയറ്റിയിട്ടുണ്ട്, ഇത് തോളിലേക്ക് കയറ്റി. അപ്പൊ നിര്യാണി വരെ താന്ന് നിൽക്കുന്ന ഒരു തുണി പെരടി കൂടി മറക്കാൻ വേണ്ടിയിട്ട് സുന്നത്തിലാണ് കഴിച്ച പോലെ കെട്ടുമ്പോ എന്തുണ്ടാവും? അത് മുട്ടിന്റെ ഏകദേശം താഴെ ഒരു ബർമുടട്ടമാരി വന്നു നോക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് ആ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ പള്ളികളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ മറ്റൊരു മുറിയോ അല്ലെങ്കിൽ കാണാത്തൊരു ചുമരോ ഒന്നുമില്ല. മറിച്ച് ഈമാന്റെ മറ മാത്രമേ ഉള്ളൂ. കുട്ടികൾ പിന്നില്, അതിന്റെ പിന്നിൽ സ്ത്രീകൾ, ഏറ്റവും മുമ്പിൽ പുരുഷന്മാർ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ സഹാബികൾ സുജൂദ് ചെയ്ത് അവര് വീണ്ടും ഇഅ്തിദാലിലേക്ക് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ തല പൊക്കരുത് എന്ന് സ്ത്രീകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നൽകി. എന്താ കാരണം? അവരെ തുണി ചെറുതാണ്. അവർ സുജൂദിക്ക് പോകുമ്പോ അവർ ഔറത്ത് ചിലപ്പോൾ അറിയാതെ വെളിവാകാൻ വരെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ പോയി എന്നിട്ട് പുരുഷന്മാര് തല ഉയർത്തി എഴുന്നേറ്റ് നിന്നതിന് ശേഷം നിങ്ങൾ സുജൂദിന് തല പൊന്തിക്കാവൂ എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? അപ്പൊ അത്ര നിർബന്ധമായ ഒരു കാര്യമാണ് പെരടി മറക്കുക എന്നത് കൊണ്ട്. അല്ലെങ്കിൽ എന്ത് മതി? തിരിയാണ്ട് തൊട്ട് മുമ്പ് വന്ന് നിൽക്കുന്ന ആ തുണി തന്നെ മതിയല്ലോ. അതാകുമ്പോ എന്നാ പിന്നെ ഈ രൂപത്തിൽ സ്ത്രീകള് അവിടത്ത് കാണും, അല്ലെങ്കിൽ കുമ്പിടുമ്പോ പിന്നെ ബാക്കില് അവിടത്ത് വെളിവാകും അല്ലെന്നുള്ള പേടി പോലും ഉണ്ടാകേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ പോലും ഈ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തുക. പെരടി മറക്കൽ അത് നമസ്കാരത്തിന്റെ വാജിബാത്തുകളിൽപ്പെട്ട കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ പെരടി മറക്കാനുള്ള കൽപ്പനയാണ് അങ്ങനെ ഉള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു വസ്ത്രം എടുത്തു, തല മറക്കാതെ നമസ്കരിച്ചു. എന്നാ പെരടി ഇങ്ങനെ കെട്ടിയിട്ട് ഒറ്റ വസ്ത്രം ധരിച്ചു, തല മറക്കാതെ നമസ്കരിച്ചു. ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പിന്നെ ജാബിർ തല മറക്കാതെ നമസ്കരിക്കുന്നത്? അപ്പോ അവിടുന്ന് പറഞ്ഞു, ഞാൻ തലമറക്കാതെ ഇവിടെ വന്ന് നമസ്കരിച്ചത് നിന്നെ പോലെയുള്ള ജാഹിലുകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ എന്താണ്? തലമറക്കാതെ നമസ്കരിച്ചാൽ നിസ്കാരം ഫസാദായി എന്നുള്ള ചിന്ത ആ കാലഘട്ടത്തിലും ചില ആളുകൾക്കുണ്ട്. അപ്പൊ അത് ഇല്ലാതാകാൻ വേണ്ടിയാണ് ആ രൂപത്തിൽ ഞാൻ നിസ്കരിച്ചത് എന്നതാണ്. അപ്പൊ തലമറക്കണം എന്നതിന് സ്വഹീഹായ ഒരൊറ്റ ഹദീസിലുമില്ല. എങ്ങനെ? നമസ്കാരത്തിന് വേണ്ടി പ്രവേശിക്കുമ്പോൾ നിർബന്ധമായി തലമറച്ചിരിക്കണം എന്നതിന് ഒരു കൽപ്പനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതില്ല എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ ഏകദേശം 8ഓളം ഹദീസുകളുണ്ട്. എത്ര? 8ഓളം ഹദീസുകളുണ്ട്. ഈ ഹദീസുകളൊക്കെയും ദുർബലതയുള്ള ഹദീസുകളാണ് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളാരും പറഞ്ഞതല്ല. ലഈഫായ ഹദീസ്, ലഈഫായ ഹദീസിൽ തന്നെ ലഈഫൻ ജിദ്ദ, അങ്ങേയറ്റം ദുർബലമായ ഹദീസ്. അതേപോലെ തന്നെ മൗദൂആയ ഹദീസ്, കെട്ടി ഉണ്ടാക്കിയ നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസുകൾ, മത്രൂക്കായ ഹദീസുകൾ, തള്ളപ്പെടുന്ന ഹദീസുകൾ,
ലഈഫുൻ ഖഫീ ചെറിയ ദുർബലതയുള്ള ഹദീസുകൾ, മുർസലായ ഹദീസുകൾ, ഹസനായ ഹദീസുകൾ, ഇങ്ങനെ ഹദീസിന് പല കാറ്റഗറി ഉണ്ട്. അപ്പൊ ഉസൂലുൽ ഹദീസിന്റെ അഥവാ ഹദീസ് നിദാന ശാസ്ത്രം പഠിച്ച ഉസൂലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ഹദീസുകളെ തഖ്രീജ് ചെയ്തുകൊണ്ട് അഥവാ സിഖത്ത് നോക്കി അതിന്റെ ബലാബലം പരിശോധിച്ച് ഇത് സ്വഹീഹാണോ, ഹസനാണോ, മുർസലാണോ, ലഈഫ് ഖവിയാണോ, ലഈഫ് ജിദ്ദയാണോ, മത്രൂഖാണോ, മുദല്ലസാണോ, മൗലൂ ആണോ, ഇതൊക്കെ അവർ പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളാരും വെറുതെ തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയാണ് എന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരും വിചാരിക്കരുത്. കാരണം മൗലിയമാര് അങ്ങനൊക്കെ സമൂഹത്തിന് മുമ്പിൽ നമ്മളെ സലഫികളായ മുജാഹിദികളെ പറ്റി പറഞ്ഞു കൊടുക്കും. ഓൽക്കൊക്കെ ലഈഫാ, ഇതാണ് ഓലെ പണിയുന്ന പറയുന്നേട്ടാ തോന്നും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സെന്ററായ കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഈ ഹദീസ് ലഈഫും സ്വഹീഹും വേർതിരിക്കാൻ എന്തോ ഒരു പ്രത്യേക മെഷീന് അവിടെ വാങ്ങി വെച്ചിരുന്നാ തോന്നുക. നമ്മൾ ഈ മില്ലിലൊക്കെ അരി കൊണ്ടാണ്ട് ഇട്ടുകാണ്ട് അങ്ങനെ അരിപ്പൊടി വേറെ ഗോതമ്പൊടി വേറെ എന്ന മാതിരി വരുന്ന മാതിരി ഹദീസിന്റെ ചാക്ക് ഒന്നായിട്ട് കൊണ്ടുപോയി മുജാഹിദിന്റെ ആ മെഷീൻ കെട്ടുകയാണ്. 4 തിരികൾ തിരിക്കുമ്പോ ലഈഫ് വേറെ സ്വഹീഹ് വേറെ, അങ്ങനെ മെഷീൻ നമുക്കില്ല. മുൻഗാമികളായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആളുകൾ ആ വിഷയത്തിൽ കാണിച്ചിട്ടുള്ള കൃത്യമായ നിർദ്ദേശം അതാണ് നമ്മൾ പാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വന്ന പല ഹദീസുകളും പരിശോധിക്കുക. സാമ്പിളിന് 1-2 പറയാം. ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി പറയപ്പെടുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, വെള്ളിയാഴ്ച ദിവസം തലമറക്കുന്ന ആൾക്ക് മലക്കുകൾ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. സംഭവം ആശയം വളരെ ഫിറ്റാണ്. കാരണം എന്താണ്, മലക്കുകൾ റഹ്മത്തിന് വേണ്ടി പിന്നെ തലമറക്കുന്നവർക്ക് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ സ്വഹീഹ് ഹദീസ് വേറുണ്ട്. പക്ഷെ നമസ്കാരത്തിന് വേണ്ടിയും അതേപോലെ വെള്ളിയാഴ്ച ജുമാ ദിവസവും പ്രത്യേകം നമസ്കാരത്തിന് വരുന്നവർക്ക് തലമറക്കുമ്പോൾ അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞൊരു ഹദീസ് ഇല്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയുടെ പേര് പറഞ്ഞ് ഒരു ഹദീസ് വരുമ്പോ ആളുകൾ വിചാരിക്കും സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതല്ലേ, എന്തായാലും എടുക്കാമല്ലോ. എന്നാൽ ഷാഫി മദ്ഹബിലെ സമസ്ത മൗലിയമാർക്ക് തള്ളാൻ പറ്റാത്ത പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം സുയൂത്തി, അല്ലെ? സുയൂത്തി ഇമാം വ്യക്തമായി കൊണ്ട് തന്നെ പറയുന്നു, ഇത് കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്, മൗളൂ ആണ്, ലാ അസ്ല ലഹു, ഇതിനെന്തില്ല, ഒരു അടിസ്ഥാനവുമില്ല. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത് പിന്നെ ഹുസൈൻ സല്ലി പറഞ്ഞു, അല്ലെങ്കിൽ മൗലവി പറഞ്ഞു, ഇബ്നു തൈമിയ്യ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ പുകലുണ്ടാവും. ഇത് ആരാ പറഞ്ഞത്? ഇമാം സുയൂത്തി റഹിമഹുല്ലാ പറയാണ്, ലാ അസ്ല ലഹു, ഈ ഹദീസ് കെട്ടിണ്ടാക്കിയതിന് ഒരു അടിസ്ഥാനമില്ല. മാത്രമല്ല ഈ ഹദീസിന്റെ പരമ്പരയിൽ ആരാണുള്ളത്? അയ്യൂബ് ഇബ്നു മുഹരിഖ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയ്യൂബ് ഇബ്നു മുഹരിഖ്. ഇയാളെ പറ്റി ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത് കദ്ദാബ്, ഇയാള് പെരുനുണയനാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ പേരിൽ നുണ പറഞ്ഞ അവന്റെ സ്ഥിതി എന്താ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. എന്റെ പേര് മനഃപൂർവ്വം ഒരാൾ കെട്ടിയുണ്ടാക്കിയത് കാല റസൂലുള്ള അടിച്ചാൽ ഓൻ നരകത്തിൽ ഒരു സീറ്റ് റിസർവേഷൻ ചെയ്തു കൊള്ളട്ടെ. ഉറങ്ങുന്നുണ്ടെന്ന് മുഖം ചെയ്യുന്നുണ്ട്, റിസർവേഷൻ ചെയ്ത് കൊള്ളട്ടെ. കണ്ടോ? അപ്പോ നരകത്തിൽ പോണ പണിയാണ് റസൂലുള്ളാഹിന്റെ പേരിൽ എന്ത് പറയണത് ഇല്ലാത്ത പറയാന്നുള്ളത്. അപ്പൊ ഈ അയ്യൂബ് ഇബ്നു മുഹരിഖ് എന്ന ഒരു മനുഷ്യൻ ഈ ഹദീസിലുണ്ട്. അത് കദ്ദാബ് എന്നാണ് അയാളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇത് വേറൊരു ഹദീസ്. നമ്മുടെയും മുശ്രിക്കുകളുടെയും ഇടയിലുള്ള വ്യത്യാസം തൊപ്പിയുടെ മീതെ തലക്കെട്ട് ധരിക്കലാകുന്നു. ഒരു ഹദീസാണ്, അതിന് അറബിയാൻ വായിക്കില്ല. തൊപ്പിയുടെ മീതെ തലപ്പാവ് ധരിക്കലാകുന്നു മുശ്രിക്കുകളുടെയും നമ്മുടെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത് സുയൂത്തി ഇമാം പറയുന്നു ഇത് സ്വഹീഹ് അല്ല, ഈ ഹദീസ് സ്വഹീഹ് അല്ല. മൂന്നാമതൊരു ഹദീസ്, നിങ്ങൾ എല്ലാവരും തലപ്പാവ് ധരിക്കൂ, നിങ്ങൾക്ക് വിവേകം വർദ്ധിക്കുന്ന. തലപ്പാവ് ധരിച്ചാൽ വിവേകം ഉണ്ടാവും. സത്യത്തിൽ ഇന്ന് തലപ്പാവ് ധരിച്ച വലിയൊരു വിഭാഗം വിവേകം നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
അതിന്റെ അർത്ഥം തലപ്പാവ് ധരിച്ചുകൊണ്ടാണ് അവരെ ബുദ്ധി മുഴുവൻ പോയത് എന്ന അർത്ഥത്തിലെല്ലാം പറയും. പക്ഷെ ഈ ഹദീസ് ഒരിക്കലും ബുദ്ധിക്കനുസരിച്ച് പോലും നക്കല് കൊണ്ടും അക്കല് കൊണ്ടും തെളിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും യോജിക്കൂല. അതാണ് ദുർബല ഹദീസിന്റെ സ്വഭാവം. സ്വഹീഹ് ഹദീസിന് അങ്ങനത്തെ ഒരു ലോജിക്കിന്റെ പ്രശ്നം വരൂല. അപ്പൊ ഇവിടെ തലപ്പാവ് ധരിച്ചാൽ അവന് വിവേകം വർദ്ധിക്കും എന്ന് പറയുന്നു. ഇബ്നു ഹജർ അസ്കലാനി എന്നറിയപ്പെടുന്ന ഹാഫിളുദ് ദുനിയ അദ്ദേഹം പറയുന്നു ഈ ഹദീസ് ദഈഫാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളവരെ ഈ ഹദീസ് പരിശോധിച്ചിട്ട് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി രചിച്ച ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ തലമറക്കൽ നമസ്കാരത്തിൽ നിർബന്ധമാണ് എന്ന് പറയുന്ന 8ഓളം ഹദീസുകളൊക്കെ സ്ഥിതി ഇതാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി സലഫികളായ നമ്മൾ മനസ്സിലാക്കേണ്ടതും സമൂഹത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതും ഇതൊരു ആദിയായ സുന്നത്താണ്. ആദിയായ സുന്നത്താണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടമല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരാൾ തല മറക്കാതെ നമസ്കരിച്ചു എന്നതുകൊണ്ട് അയാളുടെ നമസ്കാരത്തിന് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല എന്ന് പ്രത്യേകം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു കർമ്മശാസ്ത്രപരമായി അഭിപ്രായ വ്യത്യാസമുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അഫ്ളു ദിക്ർ എന്ന് പറയും ആര്? ഇമാമ. ഈ ദിക്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ പള്ളിയിൽ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ എന്ത് ചെയ്യും? ഒരു 10 തവണ പറയും. അത് കഴിഞ്ഞതിന് ശേഷം ഇമാമ പടിഞ്ഞാട്ട് ഭാഗത്തേക്ക് തിരിഞ്ഞിന്ന് കൈ പൊന്തിച്ചിട്ട് അങ്ങനെ ഒരു ദുആക്ക് മഅ്മൂമീങ്ങൾ ആമീൻ പറയാം. അങ്ങനെ ഒരു കൂട്ട ആമീൻ, ഇമാമിന്റെ നേതൃത്വത്തിൽ ഒരു ദുആ കൂട്ട ആമീൻ. ഇത് ഫർള് നിസ്കാരത്തിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള പല പള്ളികളിൽ നടക്കുന്നുണ്ട്. പള്ളി ദർസിൽ ഓതുന്ന 10 കിതാബ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കിതാബുകൾ മാത്രം പരിശോധിച്ചാൽ ഇത് ശുദ്ധമായ ബിദ്അത്താണ് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരിക്കലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലമക്ക് 5 നേരത്തെ നമസ്കാരം അല്ലാഹു തആല ഹിജ്റ 2 മുതൽ നിർബന്ധമാക്കി. ആ നിർബന്ധമാക്കിയ മുതൽ അവിടുന്ന് ഹബീബ് വഫാത്താകുന്നത് വരെ ഏകദേശം 20,000 വഖത്ത് നിസ്കരിച്ചിട്ടുണ്ട്. എത്ര? 20,000 വഖത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്. ഈ 20,000 വഖത്ത് നമസ്കാരം എന്ന ഫർള് നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് കൈ ഉയർത്തി ഉറക്കനെ ദുആ ചെയ്യുകയും സഹാബത്ത് ആമീൻ 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 എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിട്ടില്ല എന്നതാണ് അടിസ്ഥാനം. അപ്പൊ ചില ആളുകൾ വിമർശിക്കും, കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞത് ശരിയായില്ല, എന്ത് ഇസ്ലാമിലുള്ളതൊക്കെ സഹിയല്ല, ബിദ്അത്താണ്, ശിർക്കാണെന്ന് തട്ടിക്കള്ള പണിയാണ്. ഇപ്പൊ ഇത് കണ്ടില്ലേ, എന്തോ ഒരു നല്ല കാര്യമാണ് ദ്വാരക്ക്. കാരണം ഉസ്താദ് അല്ലാഹു തആലയോട് നമ്മളെ കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മളെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയും ദുനിയാവില് ഖൈറും ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഫലസ്തീനിയക്കും ഒക്കെ ദ്വാരക്കല്ലേ. അതിനിപ്പോ എന്താ ആമീൻ പറഞ്ഞാല് അവിടെ ഇവര് നീച്ചു പോകും. സമസ്ത പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മുജാഹിദ് പ്രവർത്തകന്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചില ആൾക്കാർ നിസ്കാരം സ്ഥലം കഴിഞ്ഞ് സ്ഥലം വിട്ടിയ പോലെ ഒറ്റയ്ക്ക് ദിക്ർ ചെയ്ത് അവിടെ ഇരിക്കും. കൂട്ട ആമീൻ അവിടെ നടക്കുമ്പോ ആ കൂട്ട പ്രവർത്തകയിൽ പങ്കെടുക്കൂല. ചിലവരെ ദിക്ർ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടാറ്റ് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അപ്പൊ ഓനെങ്ങനെ നോക്കും? വഹാബിയാണ്. ഓനക്ക് ദിക്റിനോട് ശൈത്താൻ പറഞ്ഞു കൊടുക്കും. ദിക്ർ ചെല്ലുന്നിടത്ത് പിശാച് ഓടും. അള്ളാനെ സ്മരിച്ചു കഴിഞ്ഞാൽ പിശാചിന് അവിടെ ഇരിക്കാൻ പറ്റൂല. അപ്പൊ വഹാബികൾ ശൈത്താന്മാരായതുകൊണ്ടാണ് ഓടുന്നത് എന്നൊരു ധരിപ്പിക്കാം. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സാധാരണക്കാരെ, ദിക്റിനും ദുആക്കും കൂട്ടമായി പ്രാർത്ഥിക്കുന്നതിനൊന്നും നമ്മളെതിരല്ല. അപ്പൊ നേരത്തെ തലപ്പാവിനെ കൊണ്ട് പറഞ്ഞ പോലെ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനവധി സന്ദർഭങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിട്ടുണ്ട്, കൂട്ടമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല,
കൂട്ടമായി പ്രാർത്ഥിക്കുന്നതും കൈയുയർത്തി പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെയധികം അഫ്ളലായ കാര്യമാണ്. ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായി തന്നെ ദുആക്ക് ഉത്തരം കിട്ടും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൈയുയർത്തി പ്രാർത്ഥിക്കണം. കൂട്ടമായി പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ കൂട്ടമായി തന്നെ പ്രാർത്ഥിക്കണം. ഇതിനൊന്നും ആരെതിരല്ല, നമ്മൾ എതിരല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ചുകൊണ്ട് ഖുതുബ അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യും? ദുആ ചെയ്യും. സഹാബികളാ മുഅ്മിനീങ്ങൾ ആമീൻ പറയും. എന്നാൽ മുജാഹിദ് പള്ളിയിലോ നമ്മളൊക്കെ അല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഖതീബ് അവസാനത്തിൽ ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അപ്പോൾ മുഅ്മിനീങ്ങളായ മുജാഹിദ് പള്ളിയിലെ ആൾക്കാരൊക്കെ ആമീൻ പറയും അല്ലേ. അപ്പൊ നമ്മൾ എവിടെയാണ് കൂട്ടുപ്രാർത്ഥനയ്ക്ക് എതിരായി നിന്നത്? അതേപോലെ വഅദ് അവസാനിക്കുമ്പോ അവസാനത്തിൽ നമ്മൾ ദ്വാരക്കലുണ്ട്, ഞാൻ ദ്വാരക്കലുണ്ട്, നമ്മൾ ആമീൻ പറയാറുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി, മഴ കിട്ടാത്ത സന്ദർഭത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും ഒക്കെ കൊണ്ടുവന്ന് മൃഗങ്ങളെയും പക്ഷികളെയും കോഴികളൊക്കെ കെട്ടിയിട്ട് മൈതാനത്ത് വെച്ചുകൊണ്ട് 2 റക്അത്ത് സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിച്ച് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഉറക്കണതായിരിക്കും. അതേപോലെ തന്നെ റമളാനിലെ അവസാനത്തെ പത്തിലൊക്കെ ചിലപ്പോ ഒറ്റയായ രാവുകളിലൊക്കെ വിത്റിൽ എന്ത് ചെയ്യും? ഇമാമ് ഖുനൂത്ത് നിർവഹിക്കും. അപ്പൊ കൈ ഉയർത്തിട്ടായിരിക്കും. നാസിലത്തിന്റെ ഖുനൂത്ത് ഉണ്ടാവും. മഹാദുരന്തങ്ങളും ശത്രുക്കളുടെ അക്രമങ്ങളും വലിയ പ്രയാസങ്ങളൊക്കെ ഉമ്മത്തിന് നേരിടുമ്പോ ഇമാം എന്ത് ചെയ്യും? നമസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിൽ എത്തിയാൽ കൈ ഉയർത്തും. മുജാഹിദ് പള്ളിയിൽ എത്ര അങ്ങനെ നമസ്കാരത്തിൽ കൈ ഉയർത്തി ദുആ ചെയ്തിട്ടുണ്ട്. നാസിലത്തിന്റെ ഖുനൂത്ത് മുഅ്മിനീങ്ങളായ മുജാഹിദുകൾ എന്ത് ചെയ്യും? ആമീൻ പറയും. അപ്പൊ സലഫികൾ മുജാഹിദുകൾ എന്തല്ല, കൂട്ടുപ്രാർത്ഥനക്ക് എതിരല്ല. പക്ഷേ കൂട്ടുപ്രാർത്ഥന പാടില്ല എന്ന് പറയുന്നത് എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിക്കാത്തിടത്ത്, നമുക്ക് സുന്നത്തായി കൽപ്പിക്കാത്തിടത്ത് നമ്മളത് ചെയ്യരുത് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് പ്രത്യേകം തന്നെ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമസ്കാര ശേഷം ധാരാളം സുന്നത്തായ കാര്യങ്ങളുണ്ട്. ആ സുന്നത്തായ കാര്യങ്ങളിൽ പെട്ടതാണ് ദിക്റുകള്, തസ്ബീഹുകള്, പ്രാർത്ഥനകൾ. അത് നമ്മളൊക്കെ എന്ത് ചെയ്യണം? നിർവഹിക്കണം. ഇപ്പൊ റമളാനിലെ അവസാനത്തെ 10 അറഫ, അതേപോലെ സുജൂദിൽ അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന സമയം, അതേപോലെ രാത്രിയുടെ അന്ത്യയാമം എന്ന് പറയുന്ന തഹജ്ജുദിന്റെ ആ സമയത്തിൽ ഫജ്റിനോട് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന സന്ദർഭം, ഈ സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? നന്നായി നമ്മൾ ദുആ ചെയ്യേണ്ട സന്ദർഭങ്ങളാണ്. എന്നാൽ ഫർള് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ അവിടെ കൈ ഉയർത്തി ഇമാമ് ദ്വാരക്കുകയും മുഅ്മിനീങ്ങൾ ഉറക്കനെ ആമീൻ പറയുകയും ചെയ്യുക എന്ന സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിലെ സുന്നത്ത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുന്ന സമയം വരെ അവിടെ ഇരിക്കും. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഇമാം ബുഖാരി തന്നെ ഹദീസിൽ വിശദീകരിക്കുന്നിടത്ത് കാണാം, സ്ത്രീകൾ അഥവാ കുട്ടികൾക്ക് പിന്നിലായി നിൽക്കുന്ന സ്ത്രീകൾ എന്ത് ചെയ്യണം? ഓല അവിടെ ഇരുന്നാണ് ദിക്റും ദുആകളും സലാത്തൊക്കെ ഓതി കുറെ നേരം കഴിഞ്ഞിട്ട് പള്ളിയിൽ ഇരിക്കാൻ പാടില്ല. ഓല് സലാം വീട്ടി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? പിരിഞ്ഞു പോകണം. അപ്പൊ സ്ത്രീകൾ എഴുന്നേറ്റ് പോകുന്ന സമയം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാബിൽ സലാം വീട്ടി ഇരിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് എന്ത് ചെയ്യും? ഒരല്പം അപ്പുറത്തേക്ക് മാറിയിരിക്കും എന്ന് ഹദീസിൽ കാണാം. ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ അവിടെ ഇരിക്കും. ഫഖാമ നിസാ, സ്ത്രീകൾ ഒഴിഞ്ഞു പോകുന്നത് വരെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നമസ്കാര ശേഷം പ്രാർത്ഥിക്കും. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടി കഴിഞ്ഞാൽ മിന സ്വലാത്തി, നമസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് സലാസ മറ, അസ്തഗ്ഫിറുല്ലാഹ് സലാസ മറ, 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയും. പിന്നെ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹു
വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് ചൊല്ലും. ശേഷം എഴുന്നേറ്റ് ഒരൽപ്പം മാറിയിരിക്കും. പിന്നെ എന്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 99, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100. പിന്നീട് ആയത്തുൽ കുർസി ഓതും. ഫലക്കും നാസും മുഅബ്ബിദാത്തുകൾ മുഴുവൻ ഓതും. പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ ഏർപ്പെടും. പിന്നെ വീട്ടിൽ പോയി സുന്നത്ത് നിസ്കരിക്കും. നമുക്ക് വീട്ടിൽ പോയി സുന്നത്ത് നിസ്കരിക്കാൻ സമയമില്ലാത്തവർക്ക് അവിടെ തന്നെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിരുന്നിട്ട് പിന്നെ നിങ്ങൾ കയ്യുയർത്തി ദ്വാരുന്നോളി. സുന്നത്ത് നമസ്കാരത്തിന് ശേഷം കയ്യുയർത്തി പ്രാർത്ഥിച്ചോളി. ഒരു കുഴപ്പം അവിടെ ഉണ്ടോ? പക്ഷേ ഫർള് നമസ്കാരത്തിന് ശേഷം സ്ഥിരമായി കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതും അദബ് കേടായി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുപ്രാർത്ഥന ബിദ്അത്താണെന്നും ഇമാമ് കൈ ഉയർത്തി ദുആ ചെയ്യാം, ആമീങ്ങൾ കൂട്ടുമായി ആമീൻ പറയുന്നത് പാടില്ല എന്ന് പറയുന്ന നമ്മളും പലപ്പോഴും പല മുജാഹിദ് പള്ളികളിലെ ചില പ്രവർത്തകരൊക്കെ എന്ത് ചെയ്യും? നിസ്കാരം കഴിഞ്ഞാൽ ലഘം പോയി മുട്ടാട്ടം വരിക, അപ്പൊ നീച്ചാണ് പോയി. അവ കുറച്ചേരം ഇരിക്കുക, സമാധാനത്തിൽ അല്ലാഹുവിനെ സ്മരിക്കുക. എല്ലാവർക്കും പറ്റിക്കോളന്നില്ല. ബസ് കറക്റ്റ് ടൈമിന് വരേണ്ടവരുണ്ടാവും, ട്രെയിന് വരേണ്ടവരുണ്ടാവും, ഇവരാണ് പോയിന്റെ ശേഷം പണിക്കാർ വേറെ നിസ്കരിക്കാൻ വരുന്നവരുണ്ടാവും. അങ്ങനെ പലതരത്തിൽ ഉത്തരവാദിത്തമുള്ളവര് അവിടെ ഇരുന്ന് സമയം കളയണം, നല്ല പറഞ്ഞത്. പക്ഷെ പൊറാട്ടക്കല്ലമ്മ ഇരുത്തിയമാതിരി ചന്തി അവിടെ ഉറക്കൂല, അവിടെ ഇരുന്ന് അപ്പായി. എന്തിനാ ഇവിടേക്കായി പായി? ഒരല്പം നേരം ഇരുന്ന് അവിടെ റാഹത്തായിട്ട് ദിക്റൊക്കെ എടുത്തതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ദ്വാരക്കണമെന്നുണ്ടോ, പച്ച മലയാളത്തിൽ എന്നാണോ എന്തെങ്കിലും പറയണമെന്നുണ്ടോ, ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് മാറി ഇരുന്നിട്ട് കൈയ്യാണ്ട് ഉയർത്തിയിട്ട് നല്ലോണം വരുന്നുള്ളൂ. അപ്പൊ കൈ ഉയർത്തുന്നതിനോ കൂട്ടമായി ദ്വാരക്കണീനോ ആമീൻ ഉറക്കനെ പറയുന്നതിനോ ഒന്നും നമ്മൾ എതിരല്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തിടത്ത് പഠിപ്പിക്കാത്തിടത്ത് പുണ്യം കൽപ്പിച്ചുകൊണ്ട് നല്ലതാണ് വിചാരിച്ചുകൊണ്ട് ശരീഅത്തിൽ ഒരു കാര്യം തുന്നിച്ചേർത്താൽ അതിന്റെ പേരാണ് ബിദ്അത്ത്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തനാചാരങ്ങളും വഴികേടിലാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, വഴികേട് അവസാനിക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലാണെന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ഥിരമായി ഫർദ് കഴിഞ്ഞാൽ ദിക്ർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? പല ആൾക്കാരും കൈ ഉയർത്തി പ്രാർത്ഥിക്കും. സ്ഥിരമായി കൈ ഉയർത്തി പ്രാർത്ഥിക്കൽ അദബ് കേടാണ്. എന്തുകൊണ്ട്? ഫർള് നമസ്കാരത്തിന് ശേഷം അങ്ങനെ ദിക്ർ ദുആകൾ കഴിഞ്ഞ് സ്ഥിരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലാഹു അഅലം ബിമുറാദി. അതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് ബോധ്യമായിട്ടുള്ളത്. തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? തിരുത്തി തരാം. സ്ഥിരമായി ഒരാൾക്ക് പ്രത്യേക ഒരു അത്യാവശ്യം ഒരു മകളെ കല്യാണം നടക്കുന്ന ദിവസമാണ്. ബാപ്പ എന്ത് ചെയ്തു? നിസ്കരിക്കാൻ വേണ്ടി വന്നു. നമസ്കാരം കഴിഞ്ഞു ഉടനെ ദിക്ർ കഴിഞ്ഞാൽ അല്ലാഹു കല്യാണ നിക്കാഹ് നടക്കാൻ പോകും, റാഹത്താക്കി തരണം, ഭക്ഷണമൊന്നും ആൾക്കാർക്ക് തയ്യാത്ത ബുദ്ധിമുട്ടുണ്ടാകരുത്, ചീത്ത പേരൊന്നും ഇല്ലാതെ മട്ടം പോലെ ആകണം എന്ന് അയാളൊന്ന് കയ്യുയർത്തിയായിരുന്നാൽ അയാൾ വിദേഹത്ത് ചെയ്തോ? ഇല്ല. അദബ് ചെയ്തോ? ഇല്ല. പക്ഷെ സ്ഥിരമായി ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കൂട്ടുപ്രാർത്ഥന നടക്കണ പോലെ നമ്മളെ ചില ആൾക്കാർ സ്ഥിരമായിട്ട് നിസ്കാരം കഴിഞ്ഞാൽ അപ്പണ്ണി കയ്യുയർത്തിച്ചു. അത് അദബ് കേടായ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ചിട്ട് കൈ ഉയർത്തിയോ? എത്ര എന്ന് വിചാരിച്ചോളി, സുന്നത്താണ്, അദബ് കേടല്ല. അപ്പൊ ഈ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി കിതാബുൽ ഉമ്മ്, അതേപോലെ തന്നെ അശറത്ത് കുത്തുബ്, 10 പള്ളി ദർസിൽ വന്ന 10 കിതാബ്. കിതാബുൽ മഹല്ലി, അതും പള്ളി ദർസിൽ വന്ന മറ്റൊരു കിതാബാണ്. മഹല്ലി അംദ, അതും പള്ളി ദർസിൽ വന്നൊരു കിതാബാണ്. ഫത്ഹുൽ മുഈൻ, സയ്യിദ് മഖ്ദൂമിന്റെ ഈ കിതാബ്. ഇങ്ങനെയുള്ള കിതാബുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമസ്കാര ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സലാം ചൊല്ലി തസ്ബീഹ് ചൊല്ലി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിൽക്കും എന്നും പറയുന്ന ഹദീസാണത്. അല്ലാതെ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടമായി സഹാബത്തിന് ആമീൻ പറയാൻ രൂപത്തിൽ കൈയുയർത്തി ദുആ ചെയ്യുമെന്നതില്ല. മാത്രമല്ല നിഹായ എന്ന് പറയുന്ന പള്ളി ദർസിൽ ഓതുന്ന ഷാഫി മദ്ഹബിലെ കിതാബിന്റെ 1-ാം വാള്യം 110-ലും അതേപോലെ തന്നെ 1-ാം വാള്യം 415-ാമത്തെ പേജിലുമൊക്കെ, അഥവാ കിതാബുൽ ഉമ്മിലെ 1-ാം വാള്യം 110-ലും നിഹായ 1-ാം വാള്യം 415-ലൊക്കെ പറയുന്നത് എന്താണ്? വൽ അഫ്ളൽ ഇമാമു ഇദാ സല്ലമ അൻ യഖൂമ മിൻ മുസല്ലാഹു അഖിബ സലാമഹു ഇദാ ലം യകുൻ ഖൽഫഹു നിസാഉ. തുഹ്ഫ 2-ാം വാള്യം 104. ആലോചിക്കുക നിങ്ങൾ.
പള്ളി ദർസിലുള്ള കിതാബ് എന്നാ ഞാൻ ഈ വായിക്കുന്നത്. എന്താണ് അഫ്വലുൽ ഇമാം, ഇമാമിന് ഏറ്റവും അഫ്വല് ഇദാ സല്ലമ, നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ, അൻ യഖൂമ മിൻ മുസല്ലാഹു അഖിബ സലാമഹു, അവിടെ നിന്ന് മുസല്ലിന് എഴുന്നേൽക്കലാണ് ഇമാമിന് ഏറ്റവും അഫ്വൽ. ഇദാ ലം യകുൻ ഖൽഫഹു നിസാഉ, സ്ത്രീകൾ പിന്നിൽ ഇല്ല. എന്നാൽ അവിടെ കുട്ടികൾക്ക് പിന്നിൽ സ്ത്രീകൾ വന്ന് നിസ്കരിക്കുന്നില്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം? എഴുന്നേൽക്കലാണ് അഫ്വൽ. ഇല്ലെങ്കിൽ ഓല് നീച്ചു പോണത് വരെ നിൽക്കാം, അത് കഴിഞ്ഞാൽ എഴുന്നേൽക്കണം അഫ്വൽ. അവിടെ ഇരുന്ന് ഈ പറഞ്ഞ റെഡിമെയ്ഡ് ദ്വാരക്കയും പാവപ്പെട്ട മൗമൂമികളെ കൊണ്ട് റെഡിമെയ്ഡായ ആമീൻ പറയിപ്പിക്കുകയും ചെയ്യുന്ന സിസ്റ്റം പാടില്ല. അത് ബിദ്അത്താണ്. ഉലമാക്കൾ വ്യക്തമായി കൊണ്ട് തന്നെ അത് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കർമ്മശാസ്ത്രപരമായ വിഷയമാണ് എന്ത്? സുബ്ഹിക്ക് മാത്രമായി നിർവഹിക്കപ്പെടുന്ന ഖുനൂത്ത്. 4 മദ്ഹബിലും മുസ്ലിം ലോകത്തും അതിശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ഇത് മുത്തലക്കൻ ബിദ്അത്താണ്, പൂർണ്ണമായി ബിദ്അത്താണ് എന്ന് പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട്. അല്ല, ശറഇൽ വലാലത്തു ഫിന്നാർ എന്ന് പറഞ്ഞ ബിദ്അത്ത് അല്ല, എന്നാൽ അത് പിൽക്കാലത്ത് കടന്നു വന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സുബ്ഹിക്ക് മാത്രമായിട്ടുള്ള ഖുനൂത്ത് അത് ഒഴിവാക്കലാണ് ഏറ്റവും അഫ്വൽ, ഏറ്റവും നല്ല രീതി. അതുകൊണ്ട് തന്നെ അത് നിർവഹിക്കാതെ ഒരാൾ നിസ്കരിക്കലാണ് സുബ്ഹിക്ക് ഏറ്റവും അഫ്വലായ നമസ്കാരം. എന്നാൽ ഒരാൾ ഖുനൂത്ത് നിർവഹിച്ചു എന്നതുകൊണ്ട് അയാൾ ബിദ്അത്തുകാരനാണ്, വലാലത്ത് പിന്നെ നരകത്ത് പോകുന്ന ഒരാളാണെന്ന് പറയരുത് എന്നും അഭിപ്രായം. ഇങ്ങനെ 3 അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും പ്രാമാണികമായത് ഏതാണെന്ന് നോക്കുകയും അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യാം. കാരണം എന്താ? 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 17-ാമത്തെ ആയത്തിന്റെ അവസാനത്തിലും 18-ാമത്തെ ആയത്ത് മുഴുവനായിട്ട് നമ്മൾ നോക്കി നോക്കണം. ഇതിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഫബശ്ശിർ ഇബാദ്, എന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് നബിയെ താങ്കൾ സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളുക. ആരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളായ അല്ലാഹ് സന്തോഷവാർത്ത അറിയിച്ച അടിമകൾ? 18-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, അല്ലദീന, അവരൊരു കൂട്ടരാണ്, യസ്തമിഊനൽ ഖൗല, അവരെ പ്രമാണങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള ഖുർആൻ കൊണ്ടും സ്വഹീഹായ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടു വന്ന ഇജ്മാ കൊണ്ടും വ്യക്തമായ ഖിയാസ് കൊണ്ടും അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആ പ്രമാണങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് വ്യക്തമായി അവർ കേൾക്കുകയും ആ ഏറ്റവും നല്ല പ്രമാണത്തിൽ കൃത്യമായി തെളിഞ്ഞു വന്ന വിശ്വാസമില്ലാത്ത, സംശയമില്ലാത്ത, അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കാത്ത ആ കാര്യത്തെ അവർ സ്വീകരിക്കുകയും ചെയ്യും. ഉലൈക ഹദാഹുമുല്ലാഹ്, അക്കൂട്ടർക്കാണ് നബിയെ ഹിദായത്ത് ലഭിച്ചവർ. ഉലൈക ഉലുൽ അൽബാബ്, അവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ. നല്ല തലച്ചോറുള്ളവര്, ഹിദായത്ത് കിട്ടിയോല് ആരാണ്? എല്ലാം കേട്ട് നല്ലത് സ്വീകരിക്കും. ഇങ്ങനെ നമ്മളെ ആൾക്കാർ ഇതിന് ആയത്തിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത് അല്ലേ? പല ആൾക്കാരും വയല് പറയുമ്പോൾ പണ്ട് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞു പോയത് എന്താ? അല്ലദീന, അവരെ കൂട്ടരാണ് യസ്തമിഊനൽ ഖൗല, എല്ലാ കൗലും കേൾക്കും. അപ്പൊ യത്തബിഊന അഹ്സന എന്നതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റും. അല്ല, അത് മഹാപിട്ടിത്താണ്. എല്ലാ കൗലും കേട്ടാൽ നല്ലത് പിൻപറ്റാൻ സാധാരണക്കാരായ ആൾക്കാർക്ക് തീരെ കഴിയൂല. നല്ല അറിവുള്ള ഫഖീഹായ പണ്ഡിതന്മാർക്ക് ചിലപ്പോ ഹൈന്ദവ ദർശനം, ക്രൈസ്തവ ദർശനം, ബുദ്ധ ദർശനം, ജൂത ദർശനം ഇതൊക്കെ കലക്കി കുടിച്ചാലും ഇസ്ലാമിന്റെ ദർശനത്തിന് ഒരു തിരിച്ചു പോകില്ല. അതേപോലെ തന്നെ നിരീശ്വരവാദികളുടെ പ്രസംഗം, വിദ്യാർത്ഥികാര പ്രസംഗം, അല്ലേ, കണ്ണ് കണ്ട ഈ പറഞ്ഞ സൂഫിയാളെ പ്രസംഗം, ത്വരീഖത്തുകാരുടെ പ്രസംഗം, ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ ഏറ്റവും നല്ലത് ഇത് ഗുരുവട്ടു. പിന്നെ ത്വരീഖത്തുകാർ കുറച്ച് പറഞ്ഞു, എന്നാ ഇത് നല്ലത് എടുക്കുക,
തബ്ലീഗുകാർ കുറച്ച് പറഞ്ഞു ഇത് നല്ല എടുക്കുക, സമസ്തക്കാർ പറഞ്ഞു ഇത് നല്ല എടുക്കുക, വിചാരികൾ പറഞ്ഞു ഇത്, അങ്ങനെ എല്ലാത്തിലും നല്ല എടുത്തുകൊണ്ട് പിൻപറ്റുന്നവർക്ക് ബുദ്ധിയുണ്ട്, ഹിദായത്തിന്റെ നല്ല അള്ളാഹ്. അല്ലദീന യഥാർത്ഥ മുഅ്മിനുകൾ യത്തബിഊന അഹ്സനഹു, അഹ്സനായതിനെ പിൻപറ്റും. ഏതാ അഹ്സൻ? ഹസൻ ഏതാ? ഖൈറുൽ കലാമി കലാമുല്ലാഹ്, കാര്യങ്ങൾ വെച്ച് ഏറ്റവും നല്ല വാക്ക് അള്ളാന്റെ വാക്ക്. വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ചര്യ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ. അല്ലാതെ എല്ലാം കേട്ട് നല്ല പിൻപറ്റല്ല. പ്രമാണങ്ങളിലുള്ളത് കേൾക്കുകയും ആ പ്രമാണത്തിൽ വന്ന ഏറ്റവും നല്ലതിനെ അവർ ഫോളോ ചെയ്യുകയും ചെയ്യും. അവരാണ് ഹിദായത്തുകാരൻ. അപ്പൊ ആ ഹിദായത്തിന്റെ അഹ്ലുകാരിൽ നമ്മൾ പെടാൻ വേണ്ടിയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയും കർമ്മശാസ്ത്ര മസാലകളിലെ സുബ്ഹിക്ക് മാത്രമായി നിർവഹിക്കുന്ന ഖുനൂത്തും നാസിലത്തിന്റെ ഖുനൂത്തും വിത്തറിലെ ഖുനൂത്തും ഇത് ഇൻഷാ അല്ലാഹ് വേർതിരിച്ച് നമ്മൾ ഒന്ന് പഠിക്കുന്നു വേണം. ഇൻഷാ അല്ലാഹ് ഖുനൂത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുനൂത്ത് ഓതാതെ സുബ്ഹി നമസ്കരിച്ചാൽ ആ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്നാണ് പല സമസ്തക്കാരായ സാധാരണക്കാരും വിശ്വസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുനൂത്ത് നിർവഹിക്കാത്തൊരു ഇമാമിന്റെ പിന്നിലാണ് അഥവാ ഒരു ശാഫി മദ്ഹബുകാരനായ ഖുനൂത്ത് ഓതുന്നവൻ നിസ്കരിക്കണമെങ്കിൽ ഇമാം റുകൂഇൽ നിന്ന് എഴുന്നേറ്റ് ഈ അത്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുന്നതിന്റെ കുറഞ്ഞ സമയം, ആ സമയത്ത് അല്ലാഹു അദ്നി ബിമൻ അദൈത് വഅഫി ബിമൻ അഫൈത് വതവല്ലി ബിമൻ തവല്ലൈത് വബാരിക് ലഹു ബിമാ അതൈത് എന്നെങ്കിലും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? വേഗം ഇമാമിന്റെ കൂടെ സൂചിപ്പിക്കണം. അപ്പൊ ഇമാമ് ഖുനൂത്ത് ഓതാത്ത ഇമാമാണെങ്കിൽ പോലും ശാഫി മദ്ഹബുകാരനുള്ള കൽപ്പന എന്താണ്? റുകൂലിന് ഇമാം എഴുന്നേറ്റ് സുജൂദിക്ക് പോണതിന് മുമ്പ് കിട്ടുന്ന ഗ്യാപ്പിൽ ഒരു വരിയെങ്കിലും ചൊല്ലിയിട്ട് എന്ത് ചെയ്യണം? സുജൂദിക്ക് പോണം. ഇനി ഖുനൂത്ത് സുബ്ഹിക്ക് ഓതുന്നത് മറന്നാൽ, നിസ്കാരം തെറ്റിയാൽ എന്ത് ചെയ്യണം? സഹവിന്റെ സുജൂദ് ചെയ്യണം. അതുപോലെ സഹവിന്റെ സുജൂദ് ചെയ്യണം എന്ന് വരെ ശാഫി മദ്ഹബ് പഠിപ്പിക്കുന്നു. ഇതിന് വല്ല അടിസ്ഥാനമുണ്ടോ? ഇങ്ങനൊക്കെ പാടെ ഭാരം ചുമന്ന് കെട്ടിക്കുടുങ്ങി ഇറങ്ങാറാണ്ട അവസ്ഥ ഉണ്ടോ? ഇല്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ദീൻ എന്നത് ഭാരമില്ലാത്ത വളരെ ലളിതമായ മതമാണ്. മില്ലത അബീക്കും ഇബ്രാഹിമ വസമ്മാകുമുൽ മുസ്ലിമീൻ, അള്ളാഹുവിന് കീഴടങ്ങി ജീവിച്ച ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് ഇസ്ലാം. അപ്പൊ ആ ഇസ്ലാം ദീനിൽ എന്തില്ല? കെട്ടിക്കൊടുക്കില്ല, അന്ധവിശ്വാസങ്ങളില്ല, അനാചാരങ്ങളുടെ ഭാണ്ഡമില്ല, ഭാരങ്ങളൊന്നുമില്ല, ലളിത സുന്ദരമാണ്. അതുകൊണ്ട് തന്നെ വസ്വാസില്ലാതെ ആശയക്കുഴപ്പത്തിലേക്ക് പോകാതെ ഇത്തിബാ ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ 3 കൺസെപ്റ്റ് നമുക്ക് സ്വീകരിക്കേണ്ടതില്ല. ഇത് അഥവാ ശാഫി മദ്ഹബ് പറഞ്ഞ സുബ്ഹിക്ക് നിർബന്ധമായി ഖുനൂത്ത് ഓതണം, അല്ലാത്തതുകൊണ്ട് സുബ്ഹി സ്വീകരിക്കൂല എന്ന ബേജാറില്ല. സുബ്ഹിക്ക് ഖുനൂത്ത് ഓതാൻ പറഞ്ഞാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞ ബേജാറുമില്ല. സുബ്ഹിക്ക് ഖുനൂത്ത് ഓതാതെ നിർവഹിക്കുന്ന ഇമാമാണെങ്കിൽ ഇഅ്തിദാലിലേക്ക് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റക്കെങ്കിലും ഓൻ എന്ത് ചെയ്യണം? അതിന്റെ ആദ്യ വചനങ്ങൾ ഉച്ചരിച്ച് പോണം എന്ന് പറയുന്ന ഇടങ്ങേറും ഇല്ല. കാരണം എന്താ? ഈ വിഷയത്തിലുള്ള തെളിവുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കേട്ടോളൂ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുനൂത്തുമായി ബന്ധപ്പെട്ട സംഭവം? ഖുനൂത്ത് എന്ന സംഗതി തന്നെ ഇസ്ലാമിൽ ഇല്ലാന്നാണോ? അല്ല, ഉണ്ട്. ഖുനൂത്തിന്റെ തുടക്കം എവിടുന്നാണ്? അത് എന്തിന്റെ ഭാഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ചത്? അത് നമുക്ക് കാണാൻ കഴിയും. ബിഅർമഊന എന്ന് പറയുന്ന ഒരു സംഭവം ഇസ്ലാമിക ലോകത്തുണ്ടായി. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നിർവഹിക്കുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ കുറഞ്ഞ സഹാബികൾ മാത്രമാണ് ഉള്ളത്. ഇസ്ലാം സ്വീകരിച്ചവർ കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് ആളുകൾ തന്നെ അന്ന് ഇറങ്ങിയ ഖുർആനൊക്കെ മനഃപ്പാഠമാക്കിയ നല്ല ഖുറാകളായിരുന്നു, നല്ല ഹിഫ്ളുള്ളവരായിരുന്നു. അപ്പൊ ആ ഹിഫ്ളുള്ള, നല്ല ശ്രദ്ധിക്കണോ എന്താണ് ഖുനൂത്ത് തുടങ്ങിയത് അവിടെ പറയുന്നത്. ആ ഹിഫ്ളുള്ള നല്ല പ്രധാനപ്പെട്ട ഏകദേശം 40ഓളം വരുന്ന ഖുറാഇകൾ, അതോ 60ഓ 40 70 എന്നും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ അത് ഹദീസിൽ പരിശോധിച്ചാൽ. അപ്പൊ സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ജൂതന്മാരിൽപ്പെട്ട ചില ഗോത്രങ്ങൾ വന്നുകൊണ്ട് അവര് പറഞ്ഞു, എന്ത് നബിയെ, ഞങ്ങളുടെ നാട്ടിൽ കുറെ ആളുകള് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്.
അതുകൊണ്ട് അവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കാൻ, ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് കുറച്ചെന്ത് ചെയ്യാം, നിങ്ങളുടെ അനുചരന്മാരെ പറഞ്ഞയച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഖുറാഇങ്ങളെ, അന്നത്തെ ഉള്ള സഹാബികളെ ആൾക്കാരെ പറഞ്ഞയച്ചു. ആ പറഞ്ഞയച്ച് അവര് ബിഅർമഊന എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് അവരെന്ത് ചെയ്തു, കൂട്ടത്തോടെ കൊന്നുകളഞ്ഞു. ഇസ്ലാമിന്റെ വളർച്ച വർദ്ധിപ്പിക്കാൻ വേണ്ടി ജൂതൻ ചെയ്ത തന്ത്രമാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിന്റെ ആദ്യകാലം പ്രതിസന്ധി നിറഞ്ഞൊരു കാലം, ഉള്ള ഖുർആൻ പഠിച്ച സഹാബികളെ കൊണ്ടേ കൊല്ലാനാ പോണത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി അറിയുമെങ്കിൽ, അഥവാ വഹീയോടുകൂടി അല്ലാതെ, വഹീയില്ലാതെയും മറഞ്ഞ കാര്യം നിരുപാധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമെങ്കിൽ, ഗൈബിയായ കാര്യം അല്ലാഹ് അറിയിച്ചു കൊടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത് എന്താ, നാളെ ജാതിയൊക്കെ അവിടെ മോനിക്ക് വെച്ചാല് മക്കളെ തൽക്കാലം ഞാൻ പറഞ്ഞേക്കുന്നില്ല എന്നല്ലേ, അല്ലേ? അപ്പൊ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് അറിയിച്ചു കൊടുക്കാതെ ഇത് അറിയില്ല എന്നതിന്റെ തെളിവത. കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികൾ അല്ലാഹു അല്ലാതെ എന്തില്ല, സാക്ഷാൽ ഗൈബ് അറിയുന്നവൻ ആരുമില്ല, അല്ലാഹ് മാത്രമേ അറിയുള്ളൂ. ഇല്ലാ മൻ തലബ റസൂൽ, അല്ലാഹ് തെരഞ്ഞെടുത്ത റസൂലുമാർക്ക് വഹീ കൊടുക്കും പറയും. ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ അപ്പൊ വഹീയില്ലാത്തോണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകൊടുത്തു, അവര് ചതിച്ചു കൊന്നു. ഈ സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വഹീയിലൂടെ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തപ്പോൾ സ്വഹാബികൾ പറയുകയാണ്, എന്ത്, ഫമാ റഅയ്നുഹു ഹസിന ഖുസ്നൻ ഖത്തു അശദ്ദു മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം ദുഃഖിച്ചു എന്ന് മാത്രമല്ല, ഇത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൃദയത്തിൽ വേദനയും ദുഃഖവും ഉണ്ടായ മറ്റൊരു സംഭവം ഞങ്ങൾക്ക് വേറെ കണ്ടിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 വഖ്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, പേരെടുത്തുകൊണ്ട് ഈ ജൂത ഗോത്രങ്ങൾക്കും ചില വ്യക്തികളുടെ പേരും എടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഖുനൂത്ത് നിർവഹിച്ചു. 5 വഖ്തിലും. എത്ര? സുബഹിക്ക് മാത്രമല്ല, 5 വഖ്ത്, സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, 5 വഖ്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഹ്റൻ മുതതാബിഅൻ ഫിൽ അസ്ർ വൽ മഗ്രിബ് വൽ ഇശാ വസ്സുബ്ഹി ഫീ തുബ്രി കുല്ലി സ്വലാത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഹ്റൻ മുതതാബിഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം ഫിൽ അസ്രി വൽ മഗ്രിബ് വൽ ഇശാ വൽ ഫജ്ർ വസ്സുബ്ഹി 5 വഖ്ത് നമസ്കാരങ്ങളിലും ഫീ ദുബരി കുല്ലി സ്വലാത്ത്, ആ നമസ്കാരത്തിന്റെ അവസാനത്തിൽ, ഇദാ ഖാല സമിഅല്ലാഹു ലിമൻ ഹമിദ, അവസാനത്തെ റക്അത്തിൽ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് കൈകൾ ഉയർത്തിയതിനു ശേഷം ഫിൽ ആഖിറത്തി അർറകഅത്തുൽ ആഖിറത്തി യദ്ഉ അലൈഹിം അലാ മിൻ ബനി സുലൈം വഅലാ റുവാൻ വദഖ്വാൻ വഉസിയ, അഥവാ ബനൂ സുലൈം, റുവാൻ, ദഖ്വാൻ, ഉസിയ പോലെയുള്ള ജൂതന്മാരായ ജൂതഗോത്രങ്ങൾക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅമ്മിനൂന ഫീ ഖൽഫിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് നിർവഹിച്ചു. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്നുകൊണ്ട് ആമീൻ പറഞ്ഞു. ഇമാം അഹ്മദ്, ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസാണ്, ഹദീസ് സ്വഹീഹാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഖുനൂത്തിന്റെ ആരംഭം. ഇതിനാണ് ഖുനൂത്തുൻ നാസിലത്ത് എന്ന് പറയാം. എന്താണ് ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഖുനൂത്തിന്റെ പേരാണ് ഖുനൂത്തുൻ നാസില, അഥവാ വിഷമസന്ധിയിൽ അകപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന ഖുനൂത്ത്. ഇതിനെ സംബന്ധിച്ച് വിപത്തുകൾ സംഭവിക്കുമ്പോൾ, ശത്രുക്കളുടെ അക്രമത്തിൽ പ്രയാസപ്പെടുമ്പോൾ ഒക്കെ നിർവഹിക്കാം. അത് ഏതാണ്? സുബ്ഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, 5 വഖ്തിലും അവസാന റക്അത്തിന്റെ ഇഅ്തിദാലിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞതിന് ശേഷം കൈ ഉയർത്തി ദുആ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയും. ഇത് നമുക്കും
നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു ദുരന്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കാറുമുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാനത ശഹറൻ യദഉ അലാ അഹ്യാഇ മിനൽ അഹ്യാഇൽ അറബി സുമ്മ തറകഹു. ഒരു മാസക്കാലം അറബികളിലെ ചില ഗോത്രങ്ങൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് നിർവഹിച്ചു. സുമ്മ തറകഹു, ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അത് ഒഴിവാക്കി. അപ്പൊ അത് ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രമാണ്. അപ്പോ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി അത് പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, ഫദാലിക ബദഉൽ ഖുനൂത്ത്, അന്നായിരുന്നു ഖുനൂത്തിന്റെ തുടക്കം എന്ന് ബിഅർ മഊന സംഭവത്തിൽ തുടങ്ങി. വമാ കുന്നാ നഖ്നുത്, അതിനു മുമ്പ് ഞങ്ങൾക്ക് അങ്ങനെ ഖുനൂത്ത് എന്ന സമ്പ്രദായം അറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. സുമ്മ ഇന്ന ദാലിക റുഫിയ, പിന്നീട് അത് ഞങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു, ഉയർത്തപ്പെട്ടു. ഇമാം ബുഖാരി ധരിച്ച ഹദീസാണ്. അപ്പൊ ഒരു മാസക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാലില്ല ഗോത്രങ്ങൾക്ക് ഓതിയെന്നും സുമ്മ തറക്കവും പിന്നെ ഉപേക്ഷിച്ചു എന്നും, അത് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഖുനൂത്ത് അറിയില്ലായിരുന്നു എന്നും, ഇത് പിന്നീട് സുമ്മ ഇന്ന ദാലിക റുഫിയ, അത് ഉയർത്തപ്പെട്ടു എന്നും പറഞ്ഞു. അപ്പൊ സുബ്ഹിക്ക് മാത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് നിർവഹിച്ചു എന്നത് ഈ ഹദീസിൽ വന്നിട്ടില്ല. എന്നാൽ ഫലം യസൽ യഖ്നുതു ഹത്താ ഫാറഖ ദുനിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ പിന്നെ സുബ്ഹിക്ക് മാത്രമായ ഖുനൂത്ത് നിലനിർത്തി എന്ന് പറയുന്ന ദാറഖുത്നിയും വൽ ബൈഹഖി, ദാറഖുത്നിയും ബൈഹഖിയും ഉദ്ധരിക്കുന്ന ഒരു സംഭവം. ഇത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അബൂ ജഅഫർ അൽ ഫറാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഹദീസിലുണ്ട്. ഇയാൾ ലൈസൽ ഖബീ, അയാൾ അത്ര പ്രബലനല്ല. ഹദീസ് ഉദ്ധരിക്കുന്നിടത്ത് അത്ര പ്രബലനല്ലാത്തത് കൊണ്ട് ആ ഹദീസ് ളുഅഫുണ്ട്. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ്, ഇതൊക്കെ ഹദീസ് പണ്ഡിതന്മാരാണ്, അവര് പറയുന്നു എന്താണ് മുൻകർ, ഈ ഹദീസ് വെറുക്കപ്പെട്ട ഹദീസാണ്. ഇത് ഫലം യസുൽ ഹത്താ ഫാറഖ ദുനിയ, റസൂലുള്ളാഹി ഖിയാമത്ത് നാൾ വരെ, മരണം വരെ പിന്നീട് സുബ്ഹിക്ക് മാത്രം ഓതി എന്ന് പറയുന്ന ഈ പിന്നെ എന്താണ് ജഅഫർ അൽ ഫറാസി എന്ന് പറയുന്ന ഈ വ്യക്തിയുള്ള ഈ ഹദീസ് മുൻകറാണ്. ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇവരൊക്കെ വ്യക്തമായി അത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോ അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ അഫൈത് എന്ന് പറയുന്ന ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് അബ്ദുല്ലാഹി ഇബ്നു സഈദുൽ മഖ്ബൂർ എന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിച്ച ആളാണ്. പണ്ഡിത ലോകം പറയുന്നു ഇയാൾ ദുർബലനാണ്, മാത്രമല്ല ദഈഫായ ഹദീസുകൾ, മൗളൂആയ ഹദീസുകൾ നിർമ്മിക്കുന്ന ആളാണ് എന്നും പറയുന്നു. അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു സംശയാസ്പദമായ ഹദീസിനെ മുഖവിലക്കെടുത്തുകൊണ്ട് സുബ്ഹിക്ക് മാത്രമായ റസൂലുള്ള ഓതി എന്ന് പറയുന്ന ഈ സംഭവം എന്തിനാണ് കൊണ്ടുവരുന്നത്? അവർ ഷാഫി മദ്ഹബിൽ അങ്ങനെ നിയമല്ലേ എന്നാണ്. ശരിയാണ്, ഷാഫി മദ്ഹബിലുണ്ട്. പക്ഷെ ഇമാം ഷാഫി എന്ന ഷാഫി മദ്ഹബിന്റെ ഉത്ഭവം, അല്ലെങ്കിൽ ഷാഫി മദ്ഹബ് അറിയപ്പെടുന്നത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെയാണ്. ആ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്നവരെ പറഞ്ഞിട്ടുള്ളത് എന്താ, ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് കേട്ടോ എന്റെ മദ്ഹബ്. മാത്രമല്ല അദ്ദേഹം മരിക്കുന്ന സമയത്ത് പോലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ത്, എന്റെ വാക്കുപയോഗിച്ച് ഒരാൾ ഫത്വ കൊടുക്കരുത്, ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞു നോക്കണമെന്ന എല്ലാ ഇമാമികളും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ ആയത്തുണ്ടല്ലോ, അസ്സലാത്തുൽ വുസ്ത, അല്ലേ, വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അല്ലാഹു തആലയെ ഓട് വളരെ വണക്കമുള്ളവരായി നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അതിനർത്ഥം വഖൂമു ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കണം. ഖാനിതീൻ, അടക്കവും ഒതുക്കവും ഭയഭക്തിയോടും കൂടി എന്നാണ് അവിടെ. പക്ഷെ ഈ ആയത്തിന്റെ അർത്ഥം എന്താക്കി മാറ്റി, വഖൂമു ലില്ലാഹി ഖാനിതീൻ, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഖുനൂത്ത് ഓതണം അല്ലോ. അങ്ങനെ ആയത്തിന് ആ രൂപത്തിൽ അർത്ഥം പറഞ്ഞ ആളുകളുമുണ്ട്. പണ്ഡിത ലോകം പറയുന്നു യഥാർത്ഥത്തിൽ അതെന്തല്ല, അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിച്ച സംഗതിയിൽ അത് ദുർവ്യാഖ്യാനം മാത്രമാണ്. ഖുനൂത്ത് എന്ന സുബ്ഹിക്ക് മാത്രമായി നിർവഹിക്കുന്ന ഈ ചെറിയ പ്രമാണത്തിൽ യഥാർത്ഥത്തിൽ സ്വഹീഹ ഹദീസുകളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സ്ഥിരപ്പെട്ട് വന്നതില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം എന്നാണ് ഇമാം ബുഖാരി പോലും വിവരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം,
മനസ്സിലാക്കാം. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു അധ്യായം തന്നെ കൊടുക്കുന്നുണ്ട്. എന്താണ് അധ്യായം? ബാബു ഫി തർക്കിൽ ഖുനൂത്ത്, ഖുനൂത്ത് ഉപേക്ഷിക്കുന്നതിനെ പറ്റി പറയുന്ന അധ്യായം. ഖുനൂത്ത് സുബഹിക്ക് മാത്രമായി നിർവഹിക്കുന്ന ഈ ഖുനൂത്ത് ഉണ്ടല്ലോ, അത് ഉപേക്ഷിക്കുന്നതിനെ പറ്റി പറയുന്ന അധ്യായത്തിൽ അബൂ മാലിക്കുൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന താബിഈ പണ്ഡിതൻ പറയാണ്, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് അത് ഉദ്ധരിക്കുകയാണ്. 200ഓളം സഹാബികളെ കണ്ട് മരണപ്പെട്ട വ്യക്തിയാണ് അബൂ മാലിക്കുൽ അശ്അരി എന്ന താബിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ പിതാവിൽ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അൻ അബീ മാലിക്കുൽ അശ്അരി ഖാല, അബീ മാലിക്കുൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു ലഅബീ, ഞാൻ എന്റെ വാപ്പാനോട് ചോദിച്ചു, യാ അബതി, എന്റെ വാപ്പ, ഖദ് സല്ലൈതു ഖൽഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അബീ ബക്കറ വ ഉമർ വ ഉസ്മാൻ വ അലിയ കാനൂ യഖ്റുതൂന ഫിൽ ഫജ്ർ. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ റസൂലുള്ളാഹിന്റെ പിന്നിലും അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു അജ്മഈൻ 4 പ്രഗൽഭരായ സഹാബികളുടെ പിന്നിലൊക്കെ നിങ്ങൾ മൗനമായി നിസ്കരിച്ച മനുഷ്യനാണല്ലോ. പലപ്പോഴും സുബഹി ജമാഅത്തിൽ നിങ്ങൾ അവരുടെ കൂടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കാനൂ യഖ്റുതൂന ഫിൽ ഫജ്ർ, അവരാരെങ്കിലും സുബഹി നമസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിൽ ഇത്ദാല് കൈ ഉയർത്തിയിട്ട് ഖുനൂത്ത് നിർവഹിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, സല്ലൈതു ഖൽഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യഖ്നുത്, ഞാൻ റസൂലിന്റെ പിന്നിൽ സുബഹി നമസ്കരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മാത്രമായിട്ട് എന്തില്ല, ബിർമാവുന സംഭവത്തിൽ ചെയ്തതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസക്കാലം ചെയ്തതല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ റസൂൽ സുബഹിക്ക് സുന്നത്ത് നിസ്കരിച്ച് ഞാൻ കണ്ടിട്ടില്ല. വസല്ലൈതു ഖൽഫ അബൂബക്കർ, അദ്ദേഹം പറയുന്ന അബൂബക്കർ ഫലം യഖ്നുത്, ചെയ്ത ഞാൻ കണ്ടിട്ടില്ല. വസല്ലൈതു മഅ ഉമർ വ ഉസ്മാൻ വ അലി, ഞാൻ ഈ പറഞ്ഞ ആളുകളൊക്കെ പിന്നിൽ സുബഹിക്ക് നിസ്കരിച്ചിട്ടുണ്ട്. ഫലം യഖ്നുത്, അവരാരും അങ്ങനെ സുബഹിക്ക് മാത്രമായി ഖുനൂത്ത് നിർവഹിച്ചിട്ടില്ല. സുമ്മ ഖാല, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ബിദ്അ, അത് ഒരു പുതുമയോടുകൂടി പുതുതായി ഉണ്ടായ കാര്യമാണ്. ഇവിടെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ശറഇൽ വലാലത്തും ഫിന്നാർ, അഥവാ ബിദ്അത്തിനെ പറ്റി രണ്ട് ഇതുണ്ടല്ലോ, അതില് വലാലത്തും ഫിന്നാർ, നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ ശറഇൽ വലാലത്തും ഫിന്നാർ എന്ന് പറഞ്ഞ ബിദ്അത്തിൽ പെടുമോ? ഇവിടെ ഈ സഹാബി മകനോട് പറഞ്ഞ ബിദ്അത്തിൽ നിന്നാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ ആ തർക്കത്തിലേക്ക് ഒന്നും പോകണ്ട. ഈ ഹദീസ് വളരെ പ്രബലമാണ്. ഇതിൽ വ്യക്തമാണെന്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മാത്രമായിട്ട് 4 ഖലീഫമാരും അങ്ങനെ നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ പിൻപറ്റുന്ന നമ്മൾ ഒരിക്കലും അത് നിർവഹിക്കേണ്ട ആവശ്യമല്ല. അത് നിർവഹിക്കാത്തതിന്റെ പേരിൽ നമ്മളെ ബിദ്അത്തുകാരാണ്, നിസ്കാരം ദീനിൽ വെട്ടിച്ചുരുക്കിയവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവരുണ്ടെങ്കിൽ കളിയാക്കിക്കോട്ടെ. നമ്മളെ പള്ളി മസ്ജിദുൽ ഹിറാം മുനാഫിക്കളുടെ കാലത്ത് മുനാഫിക്കൾ ഉണ്ടാക്കിയ പള്ളി പോലെയാ എന്നൊക്കെ പറയും. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നാൽ ഹനഫി മദ്ഹബിൽ എന്തില്ല, ഖുനൂത്ത് സുബഹിക്ക് ഇല്ല, ഉണ്ടോ? ഇല്ല. മാലിക്കി മദ്ഹബിലും ഇല്ല. എന്നാൽ ഷാഫി മദ്ഹബിലുണ്ട്. അപ്പൊ ഒരാള് ഹനഫി മദ്ഹബ് പ്രകാരം സുബഹിക്ക് ഖുനൂത്ത് ഒഴിവാക്കിയാൽ ഷാഫി മദ്ഹബിലെ സമസ്ത പള്ളിക്കാർക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഒരു ഹനഫി മദ്ഹബുകാരൻ സമസ്ത പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ഷാഫി പള്ളി, അയാൾ സുബഹിക്ക് ഖുനൂത്ത് ഓതുന്നില്ല. അപ്പൊ ഇയാളോട് എന്താ വെച്ച് ഖുനൂത്ത് ഓതാതെ, നിങ്ങളെ കയ്യൊന്തിക്കാതെ? ഓ, ഞാൻ ഹനഫിയാണ്. ഓ, ഹനഫിയ, ചായ അടിച്ചോ, നമുക്ക് ചായം കടിയൊക്കെ കുടിച്ച് പിരിയാ. വേറെ സലഫി അതേ പള്ളിയിൽ ഓ സുബഹിക്ക് ഖുനൂത്ത് ഓതുമ്പോ കയ്യൊന്തിച്ചില്ല. എന്താ ചോദിക്കാത്ത? ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തോണ്ടാണ്. വഹാബിയാണല്ലേ? അപ്പൊ അബൂ ഹനീഫ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഷാഫി ഹനഫി മദ്ഹബുകാരനെ അതോടെ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ചായക്ക് കൊടുത്ത് പിരിച്ചു കൊടുക്കും. റസൂല് ചെയ്യാത്തോണ്ടാ നമ്മൾ നേർക്ക് കയറും. അപ്പൊ ഇതെന്താ കഥ? അറിവില്ലാത്തതുകൊണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അത് മാത്രമായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലാത്തത് കൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യം ശ്രദ്ധിക്കണം. അത് നമ്മൾ നിർവഹിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രബലമായി തന്നെ നമുക്ക് ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം നമ്മൾ പറഞ്ഞു, എന്ത്, സുബഹിക്ക് മാത്രം ഖുനൂത്ത് ഓതണം, അല്ലെങ്കിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഇമാം ഓതാത്തവരാണെങ്കിൽ പോയി നമ്മൾ ഒപ്പിച്ചുകൊണ്ട് ഇത്ദാലിൽ വേഗം പോകണം. ഇതിനൊന്നും ഒരു തെളിവില്ല. സുബഹിക്ക് മാത്രമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് പറയുന്ന ഹദീസും ദുർബലതയുള്ളതായതുകൊണ്ട് ഏറ്റവും ക്ലിയർ ആയ രീതി ആ വിഷയത്തിൽ മഷ്ഹൂറായി വന്നതും പ്രബലമായിട്ടുള്ളതും എന്താണ്?
സുബഹി നമസ്കാരത്തിന് മാത്രമായി നമ്മുടെ നാടുകളിൽ ലോകത്ത് പല ഭാഗത്ത് നടക്കുന്ന ഖുനൂത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഖൈർ. ഇനി അങ്ങനെ പള്ളിയിൽ നമ്മൾ കയറി നിൽക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ കൈ തൂക്കിയിട്ടിരുന്നാൽ മതി. കൈ കെട്ടേണ്ട ആവശ്യമില്ല, കൈ പൊന്തിക്കേണ്ട ആവശ്യമില്ല. അത്ര വിഷയത്തിലുള്ളൂ. അല്ലാതെ ഇപ്പം വിദ്യാർത്ഥികാരനാണോ ഓന് പിന്നെ എന്താണ് റസൂലുള്ളാന്റെ പിന്നെ ദീനിൽ പുറത്തുപോയാളാണോ എന്ന് പറഞ്ഞ് തർക്കിക്കാൻ ആ വിഷയത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചെന്ന ഖുർആൻ സുന്നത്ത് സഹാബത്തിന്റെ മാർഗം അതാണ് ഏറ്റവും പ്രബലമായത്. അത് കണ്ടുപിടിച്ച താബികളും നമുക്ക് കൈമാറി വന്നത് ലോകത്ത് പഠിപ്പിച്ചെന്ന ഇമാമിങ്ങളുണ്ട്. അവരെ നമ്മൾ അനുസരിക്കണം, ബഹുമാനിക്കണം. അവരെ കിതാബുകളും അവരെ ഇബാറത്തുകളും ഖൗലുകളും നമുക്ക് അംഗീകരിക്കേണ്ടതുണ്ട്. എന്നാൽ അവരുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് മാറ്റി വെക്കേണ്ടതുമുണ്ട്. അന്ധമായി അത് പിൻപറ്റാൻ പാടില്ല. അതുകൊണ്ട് ഹറമിൽ 21 നിസ്കരിക്കണില്ലേ, ഹറമില് 20 ഓതുന്നില്ലേ, ഹറമിൽ നടക്കണില്ലേ, ഇതൊക്കെ പലരും ചോദിക്കാറുണ്ട്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മക്കത്ത് നോക്കൂ മദീനത്ത് നോക്കൂ എന്നല്ല പറഞ്ഞത്. അവിടെ ഭരണാധികാരികൾ വരുന്നതിനനുസരിച്ച് പരിഷ്കാരങ്ങളും സമ്പ്രദായങ്ങളും മാറി വരും. മറിച്ച് തറക്തുഫിക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങളുടെ മുമ്പിൽ ഖുർആനും സുന്നത്തുമാണ് ഞാൻ വിട്ടേച്ചു പോയത്, അല്ലാതെ മക്കി മദീന വിട്ടേച്ചു പോയി അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മക്കത്ത് ചെരുപ്പ് കള്ളന്മാരും ഉണ്ട്, വാച്ച് കള്ളന്മാരും ഉണ്ട്, അവിടെ പലതരത്തിലുള്ള പെണ്ണുടിയന്മാരും ഒക്കെ ഉണ്ട്. ഹറമിന്റെ അടുത്തായതുകൊണ്ട് അതൊക്കെ ബഹുമാനിച്ച് അവിടെ നമുക്ക് അതൊക്കെ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ വിദഅത്തും ഉണ്ടാവും, മക്രുമായ കാര്യം ഉണ്ടാവും, സുന്നത്തിൽ പലാത്തതുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ പൊതുവെ ബിലാദ് തൗഹീദിന്റെ നാട് ഹനഫി പിന്നെ മാലിക്കി മദ്ഹബാണ്. പിന്നെ ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ് ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവര് സലഫികളാണ്. അതുകൊണ്ട് തന്നെ മദ്ഹബിന്റെ ആ ഒരു അടിസ്ഥാനത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അത് നമ്മൾ അന്ധമായി പിൻപറ്റേണ്ട. അത് ഇനി ഇബ്നു തൈമിയ്യ പറഞ്ഞാലും ഇബ്നു മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞാലും ഷെയ്ഖ് ബിൻ ബാസ് പറഞ്ഞാലും ആലി ഷെയ്ഖ് പറഞ്ഞാലും അതേപോലെ ഏത് പണ്ഡിതൻ പറഞ്ഞാലും നമുക്കൊക്കെ അതിനേക്കാളും വലിയ പണ്ഡിതന്മാരല്ല ഇമാം ഷാഫിയും അബൂ ഹനീഫയും അതുപോലെ തന്നെ ഈ പണ്ഡിതന്മാരൊക്കെ ഇമാം നബവിയും ഒക്കെ. നമ്മൾ എത്ര കാര്യങ്ങൾ മദ്ഹബിൽ പെടാത്തത് നമ്മൾക്ക് പറ്റാത്തത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ അവരുടെ ബഹുമാനം നിലനിർത്തി അവരെ വിമർശിക്കാനോ അവരൊക്കെ ഖുറാഫികളെ പോലെയാണെന്ന് പറയണമെന്ന് പറയാണ്ട, അതിക്കൊന്നും പോകണ്ട. ഏറ്റവും ഉചിതമായി നമ്മൾ എടുക്കുക. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ പൂർണ്ണമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാൽപാദങ്ങൾ പിൻപറ്റരുത്. രണ്ട് തോണിയിലും കാലിട്ടുകൊണ്ട് വൈനോമ കളിക്കണ്ട, ഉറച്ചു നിൽക്കുക. അല്ലാഹു തആല നമുക്ക് ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.